ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ടാ പോകണമെന്ന് ഞാൻ അതാണ് പ്രത്യേകിച്ചൊന്നും പറയാത്തത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതാണ്. ഇരുടാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിയിട്ട് കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോരാം, രാത്രി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങണതെങ്കിലും അതൊന്നും നമ്മളെ കൊണ്ട് നടക്കണില്ല. ബാക്കിയെല്ലാം കണ്ടോളി ഗൈസ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണി കഴിഞ്ഞ് 4:10 ആ സമയമാകുമ്പോൾ ഇറങ്ങിയതാണ്. വൈകുന്നേരത്തെ ചായ അതാണ് നമ്മളെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് പെരുവണ്ണാമൊഴി ഡാം ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് വരാം, അതിനുള്ള സമയമുള്ളൂ. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചായ ഇടയ്ക്ക് വെച്ച് കുടിച്ച് ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടുതൽ അയച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് പോയി വരാൻ പറ്റിയ, ഇരുടാവുന്നതിന് മുന്നേ നമുക്ക് പോയി വരാൻ പറ്റിയൊരു സ്ഥലം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെരുവണ്ണാമൊഴി പോയി വരാമെന്നുള്ള പ്ലാൻ ചെയ്തത്. ഇപ്പം പറഞ്ഞതാണ് എവിടെയെങ്കിലും ഒന്ന് റൗണ്ട് അടിക്കണം, നമുക്ക് റൗണ്ട് അടിച്ചിട്ട് പോവാം, ഇപ്പോഴും വീട്ടിൽ പോകണ്ടെന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സജഷൻ വെച്ച് ഞാനാണ് എന്തായാലും പോയോക്കാറുണ്ട്. ഇവനും പോയിട്ടില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ നല്ല വഴിയിട്ട് ഈ റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ പകൽ വന്നില്ല ഗായ്സ്. ഇതിപ്പോൾ റോഡൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇത് ഇവൻ തന്നെ ചൂസ് ചെയ്യുന്ന ഓരോ വഴികളാട്ടോ. ഇവൻ മാപ്പിലിരുന്നൊരു മാപ്പ് നോക്കിയിട്ട് ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിലേ പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്കും മനസ്സിലായിട്ടില്ലെന്നില്ല. കാരണം അത് റൂട്ട് മാപ്പിൽ കാണിച്ചിട്ടുള്ള വഴിയല്ല ഇപ്പോൾ ഇത് എങ്ങോട്ടാ പോകേണ്ടി നോക്ക്. ഇത് നമ്മളെ മാപ്പിൽ നമുക്ക് കാണിച്ച റൂട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ സൈഡ് ഓരോ കട്ട് റോഡ് വഴിയൊക്കെ കയറിയതാണ് ഇങ്ങോട്ട്. ഇവിടെ നല്ല എന്തോ വ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പുറത്തുമ്പോൾ പുഴ പോലെ എന്തോ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറ്റി വയ്ക്കിയതാണ്. ഒരു ഓഫ് റോഡ് വഴിയാണ്. അപ്പം മുകളിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ആയിരുന്നു ഇവിടെ. അങ്ങനെ കഴിച്ച് ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കി. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ്. ഫാസ്റ്റ് മുന്നിൽ പോകുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ഡാമത്തെ വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി വല്ല പുഴയായിട്ടും തോന്നില്ല, കാരണം കെട്ടിക്കിടക്കണ പോലെ കിടക്കും. പക്ഷേ എമ്മാതിരി നല്ല തെളിഞ്ഞ വെള്ളം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ചാടി കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഒരു ചേച്ചി തിരുമ്പുന്നുണ്ടോണ്ട്. പക്ഷേ എന്താ വെച്ചാൽ കുളിക്കാൻ ഇവിടെ ഇറങ്ങാൻ എത്രത്തോളം ആളുണ്ടെന്ന് ഒന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങനത്തെ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കില്ല. ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഇതേമാതിരി വരികയാണെന്നുണ്ടെങ്കിൽ അറിയാത്ത സ്ഥലത്തൊന്നും ഇതേമാതിരി ചാടി കയറി ഇറങ്ങരുത്. നല്ല തെളിച്ചുള്ള വെള്ളം കേട്ടോ, നല്ല വ്യൂ, നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ കളയാൻ നമുക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പെരുവണ്ണാമൊഴി വില്ലേജ് ഓഫീസ് ആണ് തോന്നുന്നു. ഇവിടെ പെരുവണ്ണാമൊഴി ബോർഡൊക്കെ കാണുന്നുണ്ട്. നേരെ നമ്മളിപ്പോൾ പെരുവണ്ണാമൊഴി എത്തി. പോലീസ് സ്റ്റേഷനാണ് ഇവിടുത്തെ. ഇനി ഇവിടുത്തെ ഡാം തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഡാം വരുന്നത്. ഫവാസാണ് ക്യാമറമാൻ, ഫവാസ് ഉണ്ട്. മതിലൊക്കെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ല, ഇത് ആണ് പെരുവണ്ണാമൊഴി ഡാം. നമ്മൾ വിചാരിച്ച് കുറ്റ്യാടി ഡാം വേറെ ഉണ്ട് കേട്ടോ. നമ്മളല്ല ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനിവിടെ ഒരാളോട് ചോദിച്ചു, അവിടെ കണ്ടോ വെള്ളം വരുന്നത്, എന്താ വെള്ളം വരുന്നത് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ആ വെള്ളം വരുന്നത് ഫവാസ് പറഞ്ഞതേ കറണ്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന ബാക്കി വെള്ളമാണെന്നൊക്കെയാണ്. അതാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ടിട്ട് വെറുതെ തെറ്റായ ഇൻഫർമേഷനൊന്നും നിങ്ങൾക്ക് പാസ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്നാമത് ഇവിടെ പോയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതേപോലെ എന്തോ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറച്ചൊരു ഏരിയയിൽ ഫോറസ്റ്റാണ്. പക്ഷേ നമുക്കിവിടെ ആന പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിലും നമ്മൾ ആനയൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നത്, ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ ചാനൽ നോക്കിയാൽ അറിയാം, നമ്മൾ ഈ വെടിക്കെട്ട് കാര്യങ്ങൾ പൂരങ്ങളൊക്കെ ഞാൻ പോകുന്നതും അതേപോലെ തന്നെ അവിടുത്തെ വെടിക്കെട്ട് കാര്യങ്ങളായാലും മേളങ്ങളായാലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം നമുക്കറിയാം ഏപ്രിൽ 3-നാണ് നെന്മാറ വേല. പോണ സമയത്ത് വെടിക്കെട്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം പോയിട്ട് അല്ലെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുള്ള കാര്യം. പക്ഷേ അതിൻ്റെ പുറമേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, കാരണം വർക്കിംഗ് ഡേ അതിനെക്കൊണ്ട് ഒരുപാട് ആൾക്കാർ പോകാൻ വിചാരിച്ചിട്ട് പോകാൻ പറ്റാതെ വരുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ
കുറേ കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ആൾക്കാരുണ്ടാവും. ഇതേപോലെ ഞാൻ ലാസ്റ്റ് പോയ സ്ഥലത്തു നിന്ന് ഒരാൾ പരിചയപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞതാണ് എന്നോട്, ചിലപ്പോൾ ആ കുട്ടി ഈ വീഡിയോ കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. കാരണം ആർക്കെങ്കിലും അങ്ങനെ മൊത്തത്തിലൊന്നും നമുക്ക് ഒരാൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം മാക്സിമം വീഡിയോ കൊള്ളിച്ച് എടുക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചായിരുന്നു. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുള്ള മേളങ്ങളായാലും അതേപോലെ തന്നെ ആനയും കാര്യങ്ങളും മറ്റ് പന്തലായാലും മൊത്തം ഞാൻ 2 വെള്ളങ്ങിയുടെ ആയാലും നെന്മാറുടെ ആയാലും മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഇത് നമ്മളെ കുറ്റ്യാടി ചുരമാണ്. ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് എവിടെ സ്ഥലം എന്നൊന്നും പറഞ്ഞുതരാൻ പോയി. ഇത് കുറ്റ്യാടി ചുരമാണ്. ഞാൻ ഇതിൽ രാത്രി ഇതേപോലെ കയറിയിട്ടുണ്ടെങ്കിലും പകലെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പം സന്ധ്യ നേരമായി 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പെരുവണ്ണാവഴിയൊക്കെ നിന്നതുകൊണ്ട് തന്നെ 6 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറ്റ്യാടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ KSRTC ഇപ്പോൾ കൊല്ലിട്ടോ നമ്മളെ ഗൈസ്, സീനാണ്. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇവൻ പല വഴിക്ക് തെണ്ടിയുണ്ടെങ്കിലും ഈ വഴിക്ക് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നോട് അതാ പറഞ്ഞത്, എടാ ഈ വഴി അതുവരെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ടോപ്പിലെത്തി ഗൈസ്. ഇതാണ് ടോപ്പ് എന്നുള്ള ജസ്റ്റ് വ്യൂ. സന്ധ്യാസമയമാണ്, നമുക്കധികമൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയേ നമുക്ക് കാണാൻ പറ്റണുള്ളൂ. വെളിച്ചക്കുറവുണ്ട്. വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സീനാണ്. അതിലേ അങ്ങനെയൊക്കെയാണ് റൂട്ട് പോകുന്നത്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാണ്, അവിടെ അധികം നിന്നിട്ട് കാര്യമില്ല. എടാ ഇത് നമുക്ക് അവിടെ എന്തോ ഉത്സവമാണെന്ന് തോന്നുന്നുടാ. ഇത് നോക്കി ഗൈസ്, ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവ് കൂടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ആനവണ്ടിയൊക്കെ അതവിടെ. അവിടെ നമുക്ക് എന്തായാലും അവിടെ കയറിയിട്ട് പോവാം. അങ്ങോട്ടെടുക്കാം. ഇവിടെ വരെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഉത്സവം കണ്ടിട്ട് കയറിയില്ലെങ്കിൽ മോശമല്ലേ. തേറ്റമല എസ്റ്റേറ്റ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം. തേറ്റമല എസ്റ്റേറ്റ് ആണ് കേട്ടോ. അതെങ്കിലും അറിയുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ റൂട്ടിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. ആ ഓട്ടോ മുന്നിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിർത്തി കൊടുക്കുന്നുണ്ട്. ഗൈസ്, നല്ല ഭംഗിയുള്ള, കുറച്ചുകൂടെ നേരം വെളിച്ചമുള്ള സമയത്താണ് അടിപൊളിയായിരുന്നത്. കാരണം വെച്ചാൽ 2 ഭാഗത്ത് കണ്ട തേയില കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് നടുവ് കൂടുള്ളൊരു വഴിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് രാത്രി ഇപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും അവിടെ എത്തിയിട്ട് എന്താ കാര്യങ്ങളെന്നുള്ളത് നോക്കി നോക്കാം. നമ്മളവിടെ ആനവണ്ടി കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആന. ഇതാണ് താലപ്പൊലിക്ക് വന്നിട്ടുള്ളത്. ആൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. പിടിയാനാണ് കേട്ടോ കേസ്. പിന്നെ ഇതൊക്കെയാണ് അമ്പലവും കാര്യങ്ങൾ. ഇവിടെ കുറച്ച് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നൈസാണ്. അവരുടെ സ്നേഹനിധികളായ പാപ്പാന്മാർക്കും മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാസം അവിടെ കുറേ നേരമായിട്ട് നമ്മൾ കാത്തിക്കുക കേട്ടോ. ഈ അമ്പലമൊക്കെ കണ്ടാൽ എനിക്ക് ഇറങ്ങി പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലേശം ലേറ്റ് കുറേ നേരം കാത്തിക്കണം. അവിടെ കുറച്ച് അങ്ങനത്തെ കുറച്ച് അന്തരീക്ഷമൊക്കെ തോന്നിയെങ്കിലും ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ വേലിയും കൃഷി പോലെ എന്തൊക്കെയോ നമുക്ക് കാണണേ. അപ്പോൾ ഇത് കാടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കാട്ടിൽ കയറാൻ പോകണുള്ളൂ ഗൈസ്. നമ്മളീ പോണത് തിരുനെല്ലിക്കാണ് കേട്ടോ ഗൈസ്. കാരണം തിരുനെല്ലി ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ തിരുനെല്ലീൻ്റെ കാട്ടിലേക്കുള്ള ഒരു വഴിയിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇവിടെ റോഡിൽ കണ്ടോ സൈഡിലൊക്കെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരെയും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ തീരെ ആളില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ള മുത്തങ്ങ ഫോറസ്റ്റ് മാതിരിയല്ല, തീരെ ആളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേശം പേടി തോന്നുന്ന പോലത്തെ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ആരുമില്ല. ഒരു ലൈറ്റും കാര്യങ്ങളും വേറെ ഒന്നും ഇല്ലാതാനും മറ്റു വണ്ടികളും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാവും. കാരണം ഭയങ്കര ഒരു നിഗൂഢമായ ഒരു കാട് പോലെ തോന്നുന്നു ഗൈസ്. പക്ഷേ ഇത് പെട്ടെന്ന് ലാസ്റ്റിലേക്ക് നമ്മൾ കുറേ നേരം നമ്മൾ കാടല്ലാത്ത കുറേ ഭാഗത്തൂടെ വീടൊക്കെ ഉള്ള ഭാഗത്തൂടെ വന്നു. പെട്ടെന്നാണ് ഇത് കാട് ഭാഗത്തേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ട് ഇതല്ല. ഇതിന് മുന്നേ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും
എൻ്റെ ബലമായ സംശയം നമ്മളെ വഴി എവിടെയോ മാറിയിട്ടുണ്ടെന്നാണ്. കാരണം ഇത് ഇങ്ങനെയല്ല ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ വരുന്ന മതി ഈ കുട്ടയിലേക്ക് റോഡ് തിരിയും, അത് കൂടാണ്ട് ഇങ്ങോട്ടും തിരിയുന്ന ആ ഒരു വഴിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്ന് ഇതിപ്പം അങ്ങനെയൊന്നുമല്ല, വഴിയൊക്കെ ആകെ മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നോക്കി നോക്കാം. അവിടെ എത്തിയിട്ട് എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതിലേ വരില്ല കേട്ടോ ഗൈസ്. കാരണം ഇത് കാടൊന്നും അധികം കവർ ചെയ്യാത്ത ഏതൊരു വഴിയാണ്. ഇപ്പോൾ കറക്റ്റ് കാട് തന്നെയാണ് സംഭവം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച വഴി എന്തായാലും ഇതല്ല. ഇത് തീരെ കാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വഴി കൂടിയപ്പോൾ നമ്മൾ വന്നത്. തിരുനെല്ലി അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ കയറ്റി വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തിരുനെല്ലി എത്തി. ഒന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ കാട് പേടിയുള്ളവർ നമ്മളിപ്പോൾ ഈ വന്ന ഈ റൂട്ടിൽ വരുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ കേസ്. അപ്പം നമ്മൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ വഴിയിൽ അങ്ങനെ മൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. മൃഗങ്ങൾ പോട്ടെ, കാടില്ല. മൃഗങ്ങളധികം ഇല്ലാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. മുന്നോട്ട് അത് പോകണം. ആ കാറുകാർ പെട്ടെന്ന് കേട്ടോ ഈ ആനനെ കണ്ടത്. അപ്പം പെട്ടെന്ന് അവർ പേടിച്ചിട്ട് അവിടെ നിർത്താൻ പറ്റിയില്ല. അവർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കേണ്ടി വന്നു. പക്ഷേ ആന പിന്നാലെ ഓടിയിട്ടോ ഒന്ന് വരട്ടി അവരെ. പക്ഷേ ഇരുടായിട്ട് കാണുന്നില്ല. അവർ പേടിച്ചോണ്ടാണ് പോയത് തോന്നുന്നു. ആണ്ട ആന ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. അത് അവിടെ നിന്ന് സുഖമായിട്ട് വിളക്കാലോ. എടാ നമുക്ക് സീൻ കിട്ടോ പറ്റിയില്ലേ? വേറെ വഴിയില്ലല്ലോ. ഞാനെന്തായാലും കാണാൻ വെച്ചിട്ട് കാണില്ല. മുന്നോട്ട് പോവാ, അതിലെ പോവാ, കുഴപ്പമൊന്നുമില്ല. എടുത്തോ അതിൻ്റെ പോവാ, അത് കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി കൂടി വരുന്നുണ്ട്. ആ അടാ മറ്റേ ആന നടുവിലേക്ക് കയറി. അത് പോകണ്ട, അപ്പുറത്തേക്ക് പോകണ്ടടാ. അതിപ്പോൾ സൈഡിലേക്ക് പോയി. അത് കുഴപ്പമില്ല, ആ പോയി. ആ കാറൊക്കെ ബാക്കോട്ട് പോയി. ആന വന്ന് ഇങ്ങനെ നടുവിലേക്ക് കട കണ്ടിട്ട് ആന അവിടെ തന്നെ ഉണ്ട്, പോയിട്ടുമില്ല. അവിടെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിലെയാണ് വരുന്നത് കേട്ടോ. ഇതിലെയാണ് ആന ഇറങ്ങി വരുന്ന വഴി. പക്ഷെ ഇങ്ങോട്ട് കാണില്ല, ഇരുടായിട്ടൊന്നും കാണുന്നില്ല. അപ്പുറത്ത് നിന്ന് വേറെ വണ്ടി വരുന്നുണ്ട് ആ സൈഡിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങനെ റോഡ് വളഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഒരാൾ നിർത്തും, ഒരു കണ്ടില്ല, ആന കണ്ടില്ല. ആ കണ്ട് അവിടെ നിർത്തി കാർ റിവേഴ്സ് പോകണം. കാർ റിവേഴ്സ് പോകുന്നുണ്ട്. അള്ള ഒരു വളച്ച് വിട്ട് മേടിച്ചിട്ട് പെട്ടെന്ന് കണ്ടിട്ടെ വരതാ വളച്ച ദയ പോണം. ഓര് തിരിച്ചു പോയി. ഇവിടെ ആരെയും രണ്ട് കുട്ടികളും 2 തള്ളിയും പിന്നെ ഒന്ന് ഒരു മൂത്ത മോനാന്നാണ് തോന്നുന്നത്. എവിടെ വേറെ ഉണ്ട്, അതന്നെയല്ലേ ഉള്ളൂ. ഇല്ല മോനായിരിക്കില്ല, മോളായിരിക്കില്ല. കൊമ്പൊന്നും കാണില്ല ആർക്കും. അല്ല അച്ഛൻ ഇല്ലടാ, അച്ഛൻ വരെ കൂടെ നടക്കുന്ന ആളല്ല, അതുകൊണ്ട് വലിയ വിഷയമില്ല. അമ്മയാണ് കുട്ടീനെ സംരക്ഷിച്ച് ഇങ്ങനെ നടക്കുക. എടാ എൻ്റെ മെയിൻ ഡൗട്ട് ഇതല്ലടാ, ഇതെന്താ ഇറ്റേക്ക് രാത്രി എങ്ങനെ കണ്ണ് കാണുക?
കാണുമോ? ഇതിന് കാണൂല്ലേ? ഇതിനെന്തോ വേറെന്തോ ശക്തി ഉണ്ടോന്ന്. നൈറ്റ് വിഷൻ ഉണ്ട് ലൈറ്റേക്ക്. കാറ് നല്ലോ ബാക്കോട്ട് പോയിട്ടോ. എടാ പമ്പ് പോയേക്കാ. ആ ആ പോവാ. ഇപ്പുറത്തുനിന്ന് മറ്റേ ആന വിളിച്ചിട്ടിട്ട് പോയ പോലെയാണല്ലോ ഇവിടുന്ന് പെട്ടെന്ന് പോയത്. അവിടെ തീറ്റ ഉണ്ടെന്നിട്ടൊന്നും മറ്റവൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി. അപ്പം അവിടെ നിന്ന് തീറ്റ എടുത്തോണ്ടിരിക്കുക. അങ്ങോട്ടടി തിരിച്ച് അങ്ങോട്ട് നടന്ന് പോകണ്ടടാ. വാ വാ പോവാ. അത് തിരിച്ച് നടന്നു. അടാ അങ്ങോട്ട് വിളിച്ചടി. വിളിച്ചില്ലാണ്ടൊന്നും മനസ്സിലാവില്ല. അത് പോയി അങ്ങോട്ട് പോയിക്കണ്. എടാ ഇവിടുത്തെ തീറ്റ ആയിട്ടേക്ക് മതിയായി ഒന്നും. എടാ അലമ്പാക്കല്ലടാ. സെല്ലം കൊണ്ട് അങ്ങോട്ട് പോകണ്ട. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയതല്ലേ? എന്നിട്ട് അല്ല നിങ്ങൾ വരുമ്പോൾ എന്താ നിങ്ങളെ നേരത്തേക്ക് വന്ന് ഈ ഇപ്പുറത്ത് നിന്നായി ഞാനല്ലേ? വേറെ വണ്ടി അവിടുന്ന് വേറെ എന്തോ വരുന്നുണ്ട്. ആ ഇപ്പുറത്ത് നിന്ന് ആന ലേശം റോട്ടുമ്പിലേക്ക് കയറിപ്പോൾ അതാ പ്രശ്നം. നോക്കിയോട്ടെ. നിങ്ങൾ പോകാൻ പോവാ? എടുക്കാൻ പോവാ? ഈ റൈറ്റ് സൈഡിലേക്ക് കയറിക്കണ്. മറ്റേത് അവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. റോഡ് സൈഡ് ഇവിടെ കാണില്ല നിങ്ങൾ? ഓൻ വിളിച്ചടിക്കണ. ആ അതേ ഉള്ളൂ. വലിയ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾ എടുത്തിട്ട് എടുക്കാച്ചിട്ടാ. നമ്മൾ കോഴിക്കോടാ. ആ നിങ്ങളെവിടെയാ? ആ വീഡിയോ ഇങ്ങനെ കിട്ടണുള്ളൂ. ആ അങ്ങനെ ധൈര്യം സംഭരിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമുക്കും പോവാം. അഗ്രസീവ് ആവണമൊന്നുമില്ല. ആ ധൈര്യത്തിൽ പോവാം. കുറേ എടാ അങ്ങ് തിരിയാൻ നോക്കിയിട്ടാ. പോ പൈസ അങ്ങനെ ഞങ്ങൾ ധൈര്യം സംഭരിച്ച് സംഭരിച്ച് പോവുകയാണ്. ഇവിടെ രണ്ടെണ്ണം ബാക്കിയുടെ മെല്ലെ എടുക്കടാ. പാവം അവിടെ നിൽക്കുന്ന. ഒന്നും കാണുന്നില്ലടാ. അങ്ങനെ നമ്മൾ ഒരുവിധം അവിടെ നിന്ന് കഴിച്ചില്ലായിട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ കുടുങ്ങി. കാരണം വെച്ചാൽ മറ്റ് കാറുകാരൊക്കെ പിന്നെയും പോകുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ പെട്ടെന്ന് എടുത്ത് പോകാനുള്ളൊരു ധൈര്യമില്ല. ഒന്നാമത് ഇവന് തീരെ ധൈര്യമില്ല. അവനെ കുറ്റം പറയാന്ന് പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ട് ഇവൻ്റെ പേടി നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ബൈക്കാണ്, അവരെ മാതിരിയില്ല. കുറച്ചുകൂടെ സേഫാണ് കാറൊക്കെ ആവുന്ന സമയത്ത്. നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആനയെ കാര്യങ്ങളൊക്കെ തൊട്ടടുത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ. ആ ലാസ്റ്റ് കണ്ട കാറാണ് ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ തിരിച്ചു വന്നതാണ്. പിന്നെ പോണ സമയത്ത് അവരെ പിന്നാലെയാണ് ആന. ഒന്ന് ഓടിയെന്നല്ല പറയണത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറ്റാക്ക് ചെയ്യണ പോലെ, ഒന്ന് പേടിപ്പിക്കണ പോലെ എന്തോ കാണിച്ചാൽ അവർ അതിൽ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അതാ പിന്നെ അവരെടുക്കാണ്ട് കുറേ മാറിക്ക് നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ഓക്കെ ആണെന്ന് കണ്ടപ്പോഴാണ് അവർ പോയത്. എൻ്റെ അടുത്ത് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ, അല്ല ചേച്ചി. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾക്ക് അയച്ചു കൊടുക്കുക. ഞാനപ്പം നമ്പറൊക്കെ വാങ്ങി ഡയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോള് പോയില്ല. കാരണം വെച്ചാൽ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ ലിസ്റ്റിലും കാര്യത്തിലൊന്നും കാണുന്നില്ല നമ്പർ. അപ്പം ഇൻ കേസ് ഈ വീഡിയോ കണ്ടിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലേക്ക് DM ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ അയച്ചു കൊടുക്കട്ടോ. കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് കാണാൻ മാത്രമാണെങ്കിൽ ഈ വീഡിയോ എന്തെങ്കിലും വകുപ്പിൽ ഇവർ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണട്ടെ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇത് കുട്ട വഴിക്ക് വരുന്ന റോഡൊക്കെ ടച്ചായി. അതാണ് ഈ ജീപ്പും കാര്യങ്ങളൊക്കെ പോണത്. കാരണം ആ വഴിയിലധികം വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലെഫ്റ്റിലൊക്കെ മൊത്തം ആനകളുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ആ കണ്ണിൽ വെളിച്ചം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോഴുള്ള വെളിച്ചം. ഇതിപ്പോൾ ആ റോഡ് മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കുറുവാദ്വീപ് എന്ന് ബോർഡ് വെച്ചിട്ടുള്ള ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ കയറിയതാണ്. ഇത് കാടാണോന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നത് ഇത് കാടെന്നല്ല, തേക്ക് കൃഷി ചെയ്യണമെന്നതാണ്. പക്ഷേ ഇവൻ പറയണത് ഇത് കാട് ഏരിയ തന്നെയാണെന്നാണ് പറയണത്. ഇനിയുള്ള ഭാഗത്ത് ഞാൻ നമ്മൾ ഇപ്പോൾ ഫോറസ്റ്റ് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അധികം വീഡിയോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നതിനെ കൊണ്ട് ഞാൻ റൂട്ട് ജസ്റ്റ് പറയാം. നമ്മൾ അതിലെ നേരെ പോകുന്നിട്ട് കുറുവാദ്വീപ് ആ റൂട്ടിൽ വന്നും കഴിഞ്ഞിട്ട് നേരെ കയറുന്നത് പാതിരി റിസർവ് ഫോറസ്റ്റ് വഴിയാണ്. അതിലെ നേരെ കയറി നമ്മൾ പുൽപ്പള്ളി വരെ പോയി. പുൽപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇരുളം ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പുൽപ്പള്ളി ബത്തേരി ഫോറസ്റ്റ് റൂട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ സൈഡിലേക്ക് ഞാൻ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മാന് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഫോറസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ടോ. ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൊരു
ഏരിയ ആണിത്. ഇവിടെ നമ്മൾ മാനിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തി. കാരണം കാട്ടിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കേട്ടോ, മാന് അവിടെ ഉണ്ടായിരുന്നു സൈഡിൽ. നമ്മൾ വണ്ടീൻ്റെ വെളിച്ചം കൊണ്ടപ്പോൾ അത് ഉള്ളോട്ടേക്ക് തന്നെ പോയി. ഇത് ഫോറസ്റ്റിനെ ഇറങ്ങിയാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തി കാണിച്ചു തന്നത്. ഓ ഷാർ, താങ്ക് യു. നമ്മളങ്ങനെ കാടൊക്കെ വിട്ട് ബത്തേരി എത്തിയ സമയത്ത് നമ്മളെ ജസ്റ്റ് പോലീസ് ഒന്ന് കൈയടിച്ചു. നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു പോലീസുകാരനായിരുന്നു. ആൾ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് നമ്മളെ ഡീൽ ചെയ്തതൊക്കെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെയാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത്. നമ്മളിപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പോവാണ്. വേറെ ഇതേപോലെ നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ പോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോയ്ക്ക് ആരും അങ്ങനെ ലൈക്കൊന്നും തരുന്നില്ല കേട്ടോ. മാക്സിമം കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. ഇത് ഫസ്റ്റ് ടൈം പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ്. എന്തായാലും കണ്ട് ഇവിടം വരെ എത്തുന്നവർ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ചാനൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.